പക്ഷാഘാത രോഗികളിൽ കണ്ടുവരുന്ന ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ കൈക്കുഴ തെന്നുന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ, ഐ എം ഡോക്ടർ ജുവേരിയ. സ്ട്രോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ കാണപ്പെടുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ സബ്ലെക്സേഷൻ എന്ന് പറയുന്ന കൈക്കുഴി തെന്നുന്നത് എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ സംഭവിക്കാറുണ്ട്. നമ്മളിതിന് പാർഷ്യൽ സബ്ലെക്സേഷൻ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ എന്നാണ് പറയാറുള്ളത്. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, പക്ഷാഘാതം സംഭവിക്കുമ്പോൾ മസിലുകൾക്കുള്ള ബലക്ഷയം സംഭവിക്കുകയും അതോടൊപ്പം തന്നെ മസിലുകൾക്ക് ഭാരം കൂടുതൽ സംഭവിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി ഷോൾഡർ അല്ലെങ്കിൽ കൈക്കുഴ ഇറങ്ങിപ്പോകുന്നതാണ് ഷോൾഡർ ഡിസ്ലൊക്കേഷന് കാരണമായിട്ട് ഭവിക്കുന്നത്. ഇത്തരം കണ്ടീഷനിൽ ആയുർവേദ ചികിത്സാ രീതികൾ വളരെ ഫലപ്രദമായി നൽകാവുന്നതാണ്. നസ്യം അഥവാ മൂക്കിൽ മരുന്നിറ്റിക്കുക എന്ന ചികിത്സാ രീതി ഉപയോഗിച്ച് ആ ഭാഗത്തെ നീർക്കെട്ടുകളെ ഒഴിവാക്കുന്നതിനും മസിലുകളെ ബലപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ക്ഷീരബല, അണുതൈലം പോലെയുള്ള തൈലങ്ങളെ നമുക്കിതിനായി ഉപയോഗിക്കാവുന്നതാണ്. കൈക്കുഴ തെന്നുന്നത് മൂലം ആ ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ട്, വേദന, പേശികളുടെ ബലക്ഷയം എന്നിവ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പിഴിച്ചിൽ അഥവാ ഓയിൽ ബാത്ത് എന്ന ചികിത്സാ രീതിയെ അവലംബിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോട്ടണോ തുണികളോ അനുയോജ്യമായ തൈലത്തിൽ മുക്കി ഷോൾഡറിൻ്റെ ഭാഗത്ത് പിജി ചെയ്യാവുന്നതാണ്. കൈക്കുഴ തെന്നുന്നത് ദീർഘകാലം നീണ്ടു നിൽക്കുമ്പോൾ ആ ഭാഗത്തെ മസിലുകൾക്കും ടെൻഡനുകൾ, ലിഗമെൻറ്റുകളൊക്കെ കട്ടിയായി കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കഠിനമായ വേദന അനുഭവപ്പെടാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ലേപനങ്ങൾ എന്ന് പറയുന്നത്. ഇതിനായിട്ട് എള്ള, ഉഴുന്ന്, ഉലുവ, ശതകൂപ പോലെയുള്ള മരുന്നുകൾ പാലിൽ പുഴുങ്ങി അരച്ച് ആ ഭാഗത്ത് ലേപനം ചെയ്യാവുന്നതാണ്. തോളലിൻ്റെ പേശികൾക്ക് ശോഷണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ചികിത്സകളാണ് ഞവരക്കിഴി, ഞവരലേപം, മാംസഞവരക്കിഴി എന്ന് പറയുന്നത്. കൈക്കുഴ തെന്നിക്കഴിഞ്ഞാൽ ആ ജോയിൻറ്റിനെ ഇമ്മൊബിലൈസ് ചെയ്യുക അഥവാ അനങ്ങാതെ വെക്കുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളതാണ്. ഇതിനായിട്ട് നമുക്ക് ലേപനങ്ങളോ പിജുവോ ചെയ്തതിന് ശേഷം ഷോൾഡർ ബാൻഡേജ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.